സഖാക്കൾ സംഘികളാകുന്നു. തിരഞ്ഞെടുപ്പ് സഖാക്കളിൽ ഞെട്ടലും വലിയ നിരാശയുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. CPM സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്ന ഒരു വരിയാണിത്. പാർട്ടി പിറവി കൊണ്ടതിനു ശേഷമുള്ള ഒരു തിരഞ്ഞെടുപ്പ് അവലോകനത്തിലും ഇത്തരമൊരു വരി പാർട്ടിക്ക് എഴുതി ചേർക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. എങ്ങനെ ഉയർത്തെഴുന്നേൽക്കണമെന്ന ചിന്തയിലും ഒരു മരവിപ്പ് CPM-ലുണ്ട്. കാരണം അടിത്തറ ഇളകി, ഒപ്പമുള്ളവരെല്ലാം ഒലിച്ചു പോകുന്ന സ്ഥിതിയാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ CPM ഇനിയും തിരിച്ചറിയാത്ത ചില വസ്തുതകളുണ്ട്. അത് സഖാക്കൾ സംഘികളാകുന്നു എന്നതാണ്. പാർട്ടിയുടെ തന്നെ കണക്കുകൾ അതാണ് പറയുന്നത്. CPM കണ്ടെത്തലുകളുടെ രാഷ്ട്രീയം പരിശോധിക്കുകയാണ് ഇവിടെ. കോലി സഖ്യം എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രചരണായുധമായിരുന്നു. 1991 ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കോൺഗ്രസും BJPയും ലീഗും കൈകോർത്തു എന്നതാണ് ഈ പ്രചാരണത്തിന്റെ അടിസ്ഥാനം. ഈ വാദത്തിന് ബലം നൽകുന്ന വെളിപ്പെടുത്തലുകൾ പല പുസ്തകങ്ങളിലായി കിടപ്പുണ്ട്. BJP ഒരു നിർണായക ശക്തിയായി മാറാത്ത കാലത്ത് ഡീൽ ആരോപണങ്ങൾ പലവട്ടം UDF-നുമേൽ LDF ചുമത്തിയിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും ഭരണ തുടർച്ച തേടിയിറങ്ങിയ LDF-നെതിരെ ഡീൽ ആരോപണം തുടക്കത്തിലെ VD സതീശൻ ഉയർത്തിയിരുന്നു. BJPയുമായി പല മണ്ഡലങ്ങളിലും CPM ധാരണയുണ്ടാക്കിയെന്നതായിരുന്നു ആരോപണം. പാലക്കാട് അടക്കം 8 മണ്ഡലങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സതീശന്റെ ആരോപണം. വോട്ടെടുപ്പ് കഴിഞ്ഞു UDF വലിയ വിജയം നേടി. ചരിത്രത്തിൽ ഇല്ലാത്ത പരാജയം ഏറ്റുവാങ്ങി CPM നിലം പരിശായി. BJP 3 വിജയിച്ചു. ഇടതുപക്ഷത്ത് പ്രത്യേകിച്ചും CPM-ൽ കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും അടിക്കടി ഉണ്ടായി. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ CPM അന്തിച്ചു നിന്നു. ബ്രാഞ്ച് തലം വരെയുള്ള പാർട്ടി അംഗങ്ങളോട് കാര്യങ്ങൾ ആരാഞ്ഞു. ഒടുവിൽ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുപ്പിന്റെ കാര്യകാരണങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കി. പാർട്ടിക്കാണ് തെറ്റു പറ്റിയത്, വ്യക്തികൾക്കല്ല എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങാവുന്ന വീഴ്ച കണ്ടെത്തി. ഇനി തിരിച്ചു വരാനുള്ള തിരുത്തൽ നടപടിയാണെന്ന് പ്രഖ്യാപിച്ചു. പാർട്ടി കണ്ടെത്തിയ വീഴ്ചകൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി വിശദീകരിച്ചു. സതീശൻ പറഞ്ഞതല്ല, ഡീൽ തിരിച്ചായിരുന്നെന്നാണ് CPM കണ്ടെത്തിയത്. സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. BJPയുടെ വോട്ടുകൾ പല സ്ഥലത്തും UDF-ന്റെ വിജയത്തിന് സഹായമായി. BJP ജയിച്ച 3 UDF 3-ാം സ്ഥാനത്താണ് എന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ സൂചനയാണ്. BJP പ്രധാനമായി കണ്ട മണ്ഡലങ്ങളിൽ വോട്ടുകൾ UDF-ൽ നിന്ന് ശേഖരിക്കണം. അല്ലാത്ത പലയിടങ്ങളിലും UDF-ന് വോട്ടുകൾ മറിച്ചു നൽകാനുള്ള ഇടപെടലാണ് നടത്തിയത്. 30 മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDF-ന് ലഭിച്ചു. ഓരോ മണ്ഡലത്തിലെയും വോട്ട് കണക്കുകൾ ശേഖരിച്ചും ബ്രാഞ്ച് തലം വരെ അവലോകനം നടത്തിയും CPM തയ്യാറാക്കിയ കണക്കിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എത്തിയ നിഗമനമാണിത്. എന്നാൽ കണക്കുകൾ ആ നിഗമനം ശരിവെക്കുന്നില്ല. പാർട്ടി വോട്ടുകൾ ചോർന്നു. സഖാക്കൾ സംഘികളാകുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ് ഈ ചോർച്ച. BJP ഈ തിരഞ്ഞെടുപ്പിൽ UDF-നെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം തുടർച്ചയായി സംസ്ഥാനത്ത് വിജയിക്കുന്നത് BJPയുടെ വളർച്ചയ്ക്ക് തടസ്സമായി തീരുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ BJP ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ UDF-ന് വോട്ട് നൽകുന്ന നില സ്വീകരിച്ചു. 3 സീറ്റ് ജയിച്ചിട്ട് 6% വോട്ട് കുറയാനിടയായ സാഹചര്യം ഇതാണ്. പാർട്ടി റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. വോട്ട് ശതമാനത്തിലെ കുറവാണ് CPM ഈ നിഗമനത്തിലേക്ക് എത്താൻ അടിസ്ഥാനമാക്കിയത്. എന്നാൽ എല്ലാ ജില്ലകളിലും LDF-ന് വോട്ട് കുറഞ്ഞു, UDF-ന് വോട്ട് കൂടി. പാലക്കാടും തൃശ്ശൂരും ഒഴികെയുള്ള ജില്ലകളിൽ BJPക്കും വോട്ടിന്റെ ശതമാനത്തിൽ വർധനവുണ്ടായി. അപ്പോഴും ഇടതുപക്ഷത്തു നിന്നും ചോർന്ന വോട്ടുകൾ എവിടേക്ക് പോയി എന്നതിന് CPM ഉത്തരം തേടുന്നില്ല എന്ന കാര്യവും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും പാർട്ടി നേതാക്കൾ എല്ലാവരും കൂടി ഒത്തുകൂടിയിരുന്ന് ആലോചിക്കുകയാണ് എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന്. അടുത്ത തെരഞ്ഞെടുപ്പെങ്കിലും ഈ പിഴവൊക്കെ മാറ്റി വിജയത്തിലേക്ക് വരാൻ പരിശ്രമിക്കുകയാണ് നേതാക്കൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.